നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല? സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. എറണാകുളം MLA ഹൈബി ഈഡൻ നടപ്പിലാക്കുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് ഇന്ന് നടന്നത്. ചടങ്ങിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കൂടിയായ ഹൈബി ഈഡൻ, കോൺഗ്രസ് നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താൻ, VD സതീശൻ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഹൈബി ഈഡന്റെ ഭാര്യയും മക്കളും ചടങ്ങിനെത്തിയിരുന്നു. കൃപേഷിന്റെ ഓർമ്മയിൽ വികാരപരമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ. പെരിയയിൽ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തെ ഏറെ വിഷമിപ്പിച്ചത് കല്യോട്ടെ കൃപേഷിന്റെ ഓലമേഞ്ഞ ഒറ്റമുറി വീടായിരുന്നു. മൺതറയിൽ ഓല കെട്ടിമറിച്ച ഒറ്റമുറി വീടിനു തൊട്ടുചേർന്നുള്ള ചായ്പായിരുന്നു +2 പഠിക്കുന്ന സഹോദരി കൃഷ്ണപ്രിയയുടെ പഠനമുറി. അച്ഛനും അമ്മയും സഹോദരികളും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി താമസിച്ചിരുന്ന ഈ വീട് പൊളിച്ച് ഉറപ്പുള്ള വീട് പണിയണമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് കൃപേഷ് കൊല്ലപ്പെടുന്നത്. ഒടുവിൽ ആ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. അടച്ചുറപ്പുള്ള വീട് അതായിരുന്നു കൃപേഷിന്റെ സ്വപ്നം. അതാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പറയുന്നു. അപ്പോഴും മകനില്ലെന്ന യാഥാർത്ഥ്യത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നു. പഴയ വീടിനോട് ചേർന്ന് 1100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ശുചിമുറികളോട് കൂടിയ 3 കിടപ്പുമുറികൾ, സ്വീകരണ മുറിയും ഭക്ഷണമുറിയും അടുക്കളയും ചേർന്നതാണ് വീട്. 20 ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീട്ടുവളപ്പിൽ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. തണൽ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട 30ാമത്തെ വീടാണിത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.